നമ്മുടെ ഹൃദയം വെറുമൊരു മാംസപേശിയല്ല, അതൊരു സുവർണ പാലമാണ്. മുകളിലെ സ്വർഗത്തെയും താഴെയുള്ള ഭൗതികതയെയും ബന്ധിപ്പിക്കുന്ന ഒരു സുവർണ പാലമാണ് ടിഫറത്ത്. എന്നാൽ വർഷങ്ങളായി നമ്മൾ അനുഭവിക്കുന്ന ഭയവും അപമാനവും അമിതമായ ആഗ്രഹങ്ങളും ആ പാലത്തിൽ കറുത്ത പാടുകളായി അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഈ കറുത്ത ഭാരങ്ങളെ എങ്ങനെ ഒരു ആത്മീയ ആൽക്കമിയിലൂടെ സ്വർണമാക്കി മാറ്റാം? പൗരാണിക തന്ത്രശാസ്ത്രം പറയുന്ന ആ 12 ഇതളുകൾ എങ്ങനെ നമുക്ക് വിരിയിക്കാം? എം എന്ന ആദിമനാദം എങ്ങനെ നമ്മുടെ നാഡീവ്യൂഹത്തെ തന്നെ റീവയർ ചെയ്യുന്നു? ഇന്ന് നമ്മൾ തുടങ്ങുന്നത് വെറുമൊരു ധ്യാനമല്ല, ഹൃദയത്തിനുള്ളിലെ ആ അമൃത ബിന്ദുവിനെ തൊട്ടുണർത്തുന്ന ആനന്ദ കന്ധയിലേക്കുള്ള ഒരു തീർത്ഥയാത്രയാണ്. നമ്മുടെ ഹൃദയത്തിലെ ഹൃദയഗ്രന്ഥി അഴിക്കാൻ പ്രപഞ്ചത്തിൻ്റെ സ്പന്ദനവുമായി ഒന്നാകാൻ നിങ്ങൾ തയ്യാറാണോ? ഏറ്റവും പ്രിയമുള്ളവരെ, ദിവ്യബോധ ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് വാക്കുകളെക്കുറിച്ചല്ല, വാക്കുകൾക്കും അപ്പുറമുള്ള മൗനത്തെക്കുറിച്ചാണ്. പുറത്തെ ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും നിശബ്ദമായി ഒന്ന് ഇരുന്നിട്ടുണ്ടോ? നമ്മൾ ജീവിതത്തിൽ തിരയുന്ന സമാധാനവും ആത്മവിശ്വാസവും സ്നേഹവുമെല്ലാം പുറത്തുനിന്നുള്ളതല്ല. അതല്ല, നമുക്കുള്ളിൽ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഒരു വലിയ നിധി പോലെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളവയാണ്. എന്നാൽ ആ നിധിയിലേക്ക് എത്താൻ നമ്മുടെ ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന വൈകാരികമായ ചില കെട്ടുകൾ അഴിയേണ്ടതുണ്ട്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു ചക്രത്തെക്കുറിച്ചല്ല, മറിച്ച് പ്രപഞ്ചതാളവുമായി നമ്മുടെ ഹൃദയത്തെ ഇണക്കി ചേർക്കുന്ന അനാഹത എന്ന മഹാവിദ്യയെക്കുറിച്ചാണ്. പുരാതനമായ യോഗാശാസ്ത്രം മുതൽ ആധുനിക ക്വാണ്ടം ഫിസിക്സ് വരെ ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു രഹസ്യമുണ്ട്: നമ്മുടെ ഹൃദയമാണ് നമ്മുടെ ലോകത്തെ സൃഷ്ടിക്കുന്നതെന്ന്. നമ്മുടെ ഹൃദയം ഭയത്തിലാണോ അതോ സ്നേഹത്തിലാണോ സ്പന്ദിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിയെല്ലാം. വർഷങ്ങളായി നമ്മൾ ചുമക്കുന്ന ഭാരങ്ങൾ, അറിഞ്ഞോ അറിയാതെയോ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന വേദനകൾ, ഇവയെല്ലാം എങ്ങനെ പടിപടിയായി ഇല്ലാതാക്കാം? എങ്ങനെ ഒരു ഹൃദയത്തെ പ്രപഞ്ചത്തിൻ്റെ ചാലകശക്തിയാക്കി മാറ്റാമെന്നെല്ലാം നമുക്ക് ഇതിലൂടെ നോക്കാം. പ്രിയമുള്ളവരെ, ഇത് ചുരുക്കി പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയമല്ല. പറഞ്ഞാലും തീരാത്ത എത്ര അനവധി രഹസ്യങ്ങളാണ് നമ്മുടെ അനാഹതയിൽ മറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് വെറുമൊരു ധ്യാനമല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്ന് അനാഹതത്തിൻ്റെ സ്പന്ദനത്തിലേക്ക് സ്വയം സമർപ്പിക്കുന്ന ഒരു തീർത്ഥയാത്രയാണ്. ഈ ദിവസം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ്. നിങ്ങളതിന് തയ്യാറാണോ? പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ സത്യങ്ങൾ എന്നത് ഒരിക്കലും ഉച്ചത്തിൽ പറയുന്നവയല്ല, അവ നിശബ്ദതയുടെ ഗർഭഗൃഹത്തിൽ പിറക്കുന്നവയാണ്. നമ്മളെല്ലാം കേൾക്കുന്ന ഈ ലോകത്തിലെ ഒച്ചപ്പാടുകളെല്ലാം സ്ട്രക്കായ ശബ്ദങ്ങളാണ്, 2 വസ്തുക്കൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്നവ. എന്നാൽ നമുക്കുള്ളിൽ പുറത്തു നിന്നുള്ള യാതൊരു കൂട്ടിമുട്ടലുമില്ലാതെ സ്വയം മുഴങ്ങുന്ന ഒരു നാദമുണ്ട്. അതാണ് അനാഹത, ആഘാതമേൽക്കാത്ത ശബ്ദം. ഈ പ്രപഞ്ചത്തിൻ്റെ താളം നമുക്കുള്ളിൽ തന്നെയുണ്ട്. നമ്മൾ അതിലേക്കൊന്ന് ശ്രദ്ധ തിരിച്ചാൽ മാത്രം മതി. ശാസ്ത്രം ഇന്ന് അത്ഭുതത്തോടെ നോക്കുന്ന ഹൃദയത്തിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് കേവലം ഒരു കാന്തിക വലയമല്ല, അതൊരു പ്രപഞ്ച പ്രക്ഷേപണിയാണ്, അഥവാ കോസ്മിക് ട്രാൻസ്മീറ്ററാണ്. നമ്മുടെ ഹൃദയം എന്നതൊരു കോസ്മിക് ട്രാൻസ്മീറ്റർ മാത്രമല്ല കേട്ടോ, മറിച്ച് അതൊരു റെക്കോർഡർ കൂടിയാണ്. നിങ്ങളെപ്പോഴെങ്കിലും
ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ വെച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് സങ്കടമോ ഭയമോ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിൻ്റെ വൈബ്രേഷണൽ മെമ്മറിയാണ്. നമ്മുടെ പൂർവികരുടെ വികാരങ്ങൾ പോലും DNA വഴി നമ്മുടെ ഹൃദയകോശങ്ങളിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അനാഹത ഉണർത്തുക എന്നത് ഈ പഴയ പാപഭാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും റെക്കോർഡിങ്ങുകളെ മായ്ച്ചു കളയലാണ്. അവിടെ പുതിയൊരു സ്പന്ദനം സെറ്റ് ചെയ്യലാണ്. നമ്മുടെ ഓരോ ചിന്തയും വികാരവും ഈ വലയത്തിലൂടെ പ്രപഞ്ചശക്തികളുമായി സംവദിക്കും. നമ്മൾ സ്നേഹിക്കുമ്പോൾ അത് സ്വർണ്ണ നിറമുള്ള തരംഗങ്ങളായി മാറി നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളെ ഒരു കാന്തം പോലെ ആകർഷിക്കും. എന്നാൽ ഭയത്തിൻ്റെയും അപമാനത്തിൻ്റെയും കറുത്ത പാടുകൾ ഈ വലയത്തെ മലിനമാക്കുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഒറ്റപ്പെടും. ഇവിടെയാണ് യോഗികൾ ഒളിപ്പിച്ചു വെച്ച വലിയ രഹസ്യമായ ഹൃദയ ഗ്രന്ഥിയെ അറിയേണ്ട ആവശ്യം വരുന്നത്. അനാഹതത്തിൽ പ്രധാനമായി 3 ഗ്രന്ഥികളുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഇതിൽ ഏറ്റവും നിഗൂഢമായത് വിഷ്ണു ഗ്രന്ഥിയാണ്. അനാഹത ചക്രത്തിൽ, അതായത് ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രന്ഥിയാണ് മനുഷ്യൻ്റെ ഭൗതികമായ സുഖങ്ങളിൽ നിന്നുള്ള ആസക്തിയെയും ഭക്തിയെയും നിയന്ത്രിക്കുന്നത്. യോഗികൾ ഈ കെട്ടിനെക്കുറിച്ച് പറയുന്നത് നമ്മുടെ നട്ടെല്ലിലൂടെ ഊർജം പ്രവഹിക്കുമ്പോൾ അത് കടന്നു പോകേണ്ട 3 തടസ്സങ്ങളുണ്ട്. അതിൽ ഹൃദയഭാഗത്തുള്ള തടസ്സമാണ് വിഷ്ണു ഗ്രന്ഥി എന്നത്. ഇത് ആ വ്യക്തിയെ തൻ്റെ ഭൗതികമായ വിജയങ്ങളിലും ബന്ധങ്ങളിലും ഇന്ദ്രിയ സുഖങ്ങളിലും കെട്ടിയിടും. മറ്റ് 2 ഗ്രന്ഥികളാണ് ബ്രഹ്മഗ്രന്ഥിയും രുദ്രഗ്രന്ഥിയും. ഇതിൽ ബ്രഹ്മഗ്രന്ഥി മൂലാധാര ചക്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് മനുഷ്യനെ ഭൗതികമായ അതിജീവനത്തിലും ലൈംഗികതയിലും ഭയങ്ങളിലും കെട്ടിയിടും. രുദ്രഗ്രന്ഥി നമ്മുടെ ആജ്ഞാചക്രത്തിൽ, അതായത് നമ്മുടെ പുരികങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു വ്യക്തിയെ അവൻ്റെ അഹംബോധത്തിലും അറിവിലുമുള്ള അഭിമാനത്തിലും കെട്ടിയിടും. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ കിടക്കുന്ന ഈ കെട്ടഴിയാതെ ഒരാൾക്ക് അനാഹതയുടെ പൂർണ്ണമായ ശക്തിയിലേക്ക് എത്താൻ കഴിയില്ല. നമ്മുടെ കർമ്മങ്ങളുടെയും വാസനകളുടെയും ഒരു വലിയ കെട്ട് ഈ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരു പൂവിൻ്റെ മൊട്ട് വിരിയാൻ തയ്യാറാണെങ്കിലും അതിലെ ഇതളുകൾ ഇറുകിപ്പിടിച്ചിരിക്കുന്നത് പോലെ ഈ ഗ്രന്ഥി നമ്മുടെ അഹംബോധത്തെ ഹൃദയത്തിൽ തളച്ചിട്ടിരിക്കുകയാണ്. ഈ കെട്ടഴിയാതെ നമ്മൾ എത്ര വലിയ ധ്യാനിയായാലും സ്നേഹത്തിൻ്റെ ആ അനന്തമായ സമുദ്രത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാനാവില്ല. ഈ ഗ്രന്ഥി അഴിക്കാൻ വേണ്ടത് അറിവല്ല, മറിച്ച് സാക്ഷ്യം വഹിക്കലെന്ന കലയും ഹൃദയത്തിൽ നിന്ന് ഞാനെന്ന അഹംബോധം പൂർണ്ണമായും മാറി അവിടെ ഒരു ശൂന്യതയും വരണം. നമ്മൾ നിറഞ്ഞിരിക്കുമ്പോൾ ഈ കെട്ട് അഴിയുകയില്ല. നമ്മുടെ ജീവിതത്തിലെ സ്നേഹം, ദേഷ്യം, വികാരങ്ങൾ എന്നിവയെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന പ്രക്രിയയാണ് യഥാർത്ഥ വിഷ്ണു ഗ്രന്ഥി ഭേദനം. നമ്മൾ വികാരങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം ഒരു കെട്ടായി മാറും. ആ വികാരങ്ങളെ ദൂരത്തു നിന്ന് നോക്കിക്കാണാൻ പഠിക്കുമ്പോൾ മാത്രമേ കെട്ട് അയയുകയുള്ളൂ. ഈ മന്ത്രം വളരെ സൂക്ഷ്മമായി ഹൃദയത്തിൻ്റെ മധ്യഭാഗത്തെ ഒരു ലോഹത്തെ ഉരുക്കുന്ന അഗ്നിയായി സങ്കല്പിക്കണം. മന്ത്രം ജപിക്കുമ്പോൾ ഹൃദയം ഒരു തുടുപ്പായി മാറുകയല്ല, മറിച്ചത് ഒരു വിശാലമായ ആകാശമായി മാറണം. മഹാനായ ഓഷോ പറയുന്നത് പോലെ, നിങ്ങൾ കരയുന്നുണ്ടെങ്കിൽ ആ കണ്ണുനീർ നിങ്ങളല്ല, അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒലിച്ചു പോകുന്ന മാലിന്യങ്ങളാണ്. നിങ്ങൾ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ളിലെ കോർട്ടിസോൾ എന്ന വിഷാംശം പുറത്തേക്ക് തള്ളുന്ന പ്രക്രിയയാണ്. ആ വികാരങ്ങളെ തടയാതെ ഒരു പ്രേക്ഷകനെ പോലെ അവയെ നോക്കിക്കാണുക. ആ നിമിഷം ആ വികാരം നിങ്ങളുടെ ഹൃദയത്തെ വിട്ടുപോകും. അവിടെ ഹൃദയഗ്രന്ഥിക്ക് നേരിയ ഒരു അയവ് വരും. രഹസ്യ അറിവുകളിൽ പറയുന്നത് അനാഹത ചക്രത്തിന് മുകളിൽ, അതായത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിലായി അമൃത ബിന്ദു അഥവാ അനശ്വരമായ ഒരിടം ഉണ്ടെന്നാണ്.
പുറമേ നിന്നുള്ള അനുഭവങ്ങൾ നമ്മെ ക്ഷീണിപ്പിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഈ അമൃത ബിന്ദുവിൽ നിന്നാണ് ഊർജം വലിച്ചെടുക്കുന്നത്. ആരും കാണാതെ, ആരും കേൾക്കാതെ നമ്മൾ എപ്പോഴെങ്കിലും അനുഭവിക്കുന്ന ആ വലിയ ശാന്തത, അത് നമുക്കുള്ളിലെ അമൃത ബിന്ദുവിൻ്റെ സ്പന്ദനമാണ്. ആ ബിന്ദുവിനെ ഉണർത്തുക എന്നാൽ മരണഭയത്തെയും കാലത്തെയും അതിജീവിക്കുക എന്നാണ് അർത്ഥം. നമ്മുടെ ഓരോ ശ്വാസത്തിലും പ്രപഞ്ചത്തിൻ്റെ രഹസ്യമുണ്ട്. നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അത് സാകാരത്തിലുള്ള ശബ്ദമാണ്. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അത് ഹാകാരത്തിലുള്ള ശബ്ദമാണ്. ഈ രണ്ട് ശബ്ദങ്ങളും ചേർന്നാണ് ഹംസമന്ത്രം ഉണ്ടാകുന്നത്. യോഗികൾ ഇതിനെയാണ് അജപ ഗായത്രി എന്ന് വിളിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ഹൃദയം ഈ ഹംസമന്ത്രം നിർത്താതെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അനാഹതയിൽ നമ്മൾ ലയിക്കുമ്പോൾ നമ്മൾ ശ്വാസമെടുക്കുന്ന നിസ്സാരനായ ഒരു വ്യക്തിയല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ പ്രാണശക്തിയോട് നിരന്തരം സംവദിക്കുന്ന ഒരു മന്ത്രമായി മാറുകയാണ് നമ്മൾ. ശ്വാസമെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു രഹസ്യമുണ്ട്. സാധാരണ നമ്മൾ ഒന്നുകിൽ വൈകാരികമായിരിക്കും, അല്ലെങ്കിൽ യുക്തിപരമായിരിക്കും. പക്ഷേ യഥാർത്ഥ അനാഹത ഉണരുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ ഇടതുവശത്തുള്ള ചന്ദ്രനാഡീ ശ്വാസവും വലതുവശത്തുള്ള സൂര്യനാഡീ ശ്വാസവും ഹൃദയത്തിൽ വെച്ച് ഒരേ സമയം സംഗമിക്കുമ്പോൾ ഇത് ഹൃദയത്തിലൊരു സ്റ്റാറ്റിക് ബാലൻസ് ഉണ്ടാക്കും. ആ നിമിഷം പുറത്തെ ലോകം നിശ്ചലമാകുകയും ആന്തരികമായ അനന്തതയിലേക്ക് വാതിൽ തുറക്കപ്പെടുകയും ചെയ്യും. ഇത് അധികമാരും പറയാത്ത പ്രാണായാമത്തിലെ വലിയൊരു രഹസ്യമാണ്. അനാഹത എന്നാൽ വെറും സ്നേഹം മാത്രമല്ല, അതൊരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ്. നോക്കൂ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഇരുണ്ട വശമാണ് അമിതമായ ആശ്രയത്വം എന്നത്. മറ്റൊരാളിൽ നിന്ന് സ്നേഹം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുമ്പോൾ ആ ചക്രമയുടെ അടയുകയാണ് ചെയ്യുക. യഥാർത്ഥ അനാഹത എന്നത് മറ്റൊരാളിൽ നിന്നുള്ള സ്നേഹമല്ല, മറിച്ച് നമ്മിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്ന സ്നേഹമാണ്. നമ്മളെ സ്നേഹം അന്യരെ ആശ്രയിക്കുന്നില്ലെങ്കിൽ അവിടെ അനാഹത ഉയർന്ന തലത്തിലെത്തും. ഇതാണ് അനാഹതയുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം. നമ്മുടെ ഹൃദയകേന്ദ്രത്തിൻ്റെ മധ്യഭാഗത്ത് ശ്രദ്ധിക്കുമ്പോൾ ആദ്യം അനുഭവപ്പെടുക ഒരു ശൂന്യതയായിരിക്കും. ഇതിൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം. ഒരു പാത്രത്തിൽ നിറയെ സാധനങ്ങളുണ്ടെങ്കിൽ അതിൽ പുതിയതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ. ഹൃദയത്തിലെ ആ ശൂന്യതയിലേക്ക് നമ്മൾ പുതിയ ഭയങ്ങളോ ആഗ്രഹങ്ങളോ നിറയ്ക്കാതിരുന്നാൽ അവിടെ പ്രപഞ്ചം അതിൻ്റെ സർവ്വ ചൈതന്യവും നിറയ്ക്കും. നമ്മൾ എത്രത്തോളം ഒഴിഞ്ഞു കിടക്കുന്നുവോ അത്രത്തോളം പ്രപഞ്ചം നമ്മിലൂടെ പ്രവഹിക്കും. പ്രിയമുള്ളവരെ, ഒന്നറിയുക, ശൂന്യതയാണ് ഏറ്റവും വലിയ നിറവ്. ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ഹൃദയം വെറുമൊരു പമ്പല്ല, അതൊരു ഇലക്ട്രിക്കൽ പൾസറാണ്. ഇതിന് തലച്ചോറിനേക്കാൾ 60 മടങ്ങ് വലിയ വൈദ്യുത മണ്ഡലങ്ങളുണ്ട്. ഈ പൾസർ പ്രപഞ്ചത്തിൻ്റെ സ്പന്ദനത്തെ പിടിച്ചെടുക്കും. നമ്മൾ ഭയപ്പെടുമ്പോൾ ഈ പൾസർ മന്ദഗതിയിലാകുകയും സ്നേഹിക്കുമ്പോൾ അത് പ്രകാശത്തിൻ്റെ വേഗതയിൽ സ്പന്ദിക്കുകയും ചെയ്യും. ഈ പൾസറിനെ നമ്മൾ ബോധപൂർവം നിയന്ത്രിക്കാൻ പഠിച്ചാൽ ബാഹ്യലോകത്തെ സാഹചര്യങ്ങൾ നമ്മുടെ താളത്തിനനുസരിച്ച് മാറാൻ തുടങ്ങും. നമ്മൾ ലോകത്തെ മാറ്റാൻ ശ്രമിക്കേണ്ടതൊന്നുമില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ പൾസ് മാറ്റുമ്പോൾ ലോകം സ്വയം മാറിക്കൊള്ളും. ഇനി നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. ശ്വാസമെടുക്കുമ്പോൾ ശ്വാസകോശത്തിലേക്കല്ല, നേരെ നിങ്ങളുടെ ഹൃദയ കേന്ദ്രത്തിൻ്റെ മധ്യഭാഗത്തേക്ക്, ആ അദൃശ്യമായ കെട്ടുകൾ ഇരിക്കുന്നിടത്തേക്ക് നിങ്ങളുടെ ശ്വാസത്തെ അയക്കുക. ഓരോ ശ്വാസത്തിലും ഒരു സ്വർണപ്രകാശം ആ കെട്ടുകളെ അയവ് വരുത്തുകയാണ്. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വർഷങ്ങളായി നിങ്ങൾ ചുമന്ന ഭാരങ്ങളെല്ലാം കരിമ്പുകയായി അലിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാം. ആ നിമിഷം ഹൃദയമൊരു പച്ച താമര പോലെ വിരിയുകയാണ്. അത് വെറുമൊരു അവയവമല്ല,
അതൊരു സൂര്യനാണ്. നിങ്ങൾക്കുള്ളിലെ ആ സൂര്യൻ പൂർണ്ണമായും വിരിയുമ്പോൾ നിങ്ങൾ കേവലം ഒരു വ്യക്തിയല്ല, നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ സ്പന്ദനമായി, മൗനത്തിൻ്റെ മൂർത്ത രൂപമായി മാറും. അനാഹത ഉണരുന്നത് അവിടെയാണ്. സാവകാശം കണ്ണുകൾ തുറക്കാം. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ഹൃദയത്തിൻ്റെ ഭൗതികമായ ആഴങ്ങളെ തൊട്ടു. എന്നാൽ ഇനി നമ്മൾ സഞ്ചരിക്കുന്നത് കാലത്തിന് അതീതമായ മനുഷ്യരാശിയുടെ നിഗൂഢ രഹസ്യങ്ങളിലൂടെയാണ്. നമ്മുടെ പൂർവികർ ഈ ഹൃദയത്തെ വെറുമൊരു അവയവമായല്ല കണ്ടത്, മറിച്ച് പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള ഒരു കോസ്മിക് ബ്രിഡ്ജായിട്ടാണ് കണ്ടത്. കബാല എന്ന ജൂത നിഗൂഢ ശാസ്ത്രത്തിൽ ഹൃദയകേന്ദ്രത്തെ ടിഫറത്ത് എന്നാണ് വിളിക്കുന്നത്. ഇതിനർത്ഥം ദൈവിക സൗന്ദര്യമെന്നാണ്. ആകാശത്തിൻ്റെതായ ഉയർന്ന ബോധത്തെയും ഭൂമിയുടെ ഭൗതികതയെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് ടിഫറത്ത്. നമ്മൾ അഗാധമായ സൗന്ദര്യത്തെ നോക്കുമ്പോൾ നമ്മുടെ ഹൃദയം നിറയുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അത് ഈ ടിഫറത്ത് ഉണരുന്നത് കൊണ്ടാണ്. മുകളിലെ സ്വർഗത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ദൈവിക പ്രകാശത്തെ താഴെയുള്ള ഭൂമിയിലെ കർമ്മങ്ങളുമായി ഇണക്കുന്ന സ്വർണ്ണ പാലമാണ് നമ്മുടെ ഹൃദയകേന്ദ്രം. അവിടെ നമ്മൾ വെറും ഒരു മനുഷ്യനല്ല, നമ്മളൊരു സ്വർണ്ണദൂതനാണ്. ഈ ആൽക്കെമി പ്രക്രിയയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു രഹസ്യമുണ്ട്. നമ്മൾ ഈ ലോകവുമായി സംസാരിക്കുന്നത് വാക്കുകൾ കൊണ്ടാണ്, എന്നാൽ ഹൃദയം ലോകത്തോട് സംസാരിക്കുന്നത് വൈബ്രേഷൻസ് കൊണ്ടാണ്. ഒരു വലിയ സത്യാഗ്രഹം പോലെയാണത്. നമ്മൾ ഒരാളോട് സ്നേഹം പറയാതെ തന്നെ നമ്മുടെ ഹൃദയത്തിലെ ഈ ശാന്തത അവർക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവിടെയാണ് അനാഹതയുടെ യഥാർത്ഥ ഭാഷ ഉണരുന്നത്. വാക്കുകളില്ലാത്ത ആ ഭാഷയാണെന്ന് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ കമ്മ്യൂണിക്കേഷൻ. വാക്കുകൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്, പക്ഷെ ഹൃദയത്തിൻ്റെ ഈ നിശബ്ദ പ്രവാഹം ഒരിക്കലും കള്ളം പറയുകയില്ല. സൂഫിമാർ പറയുന്നത് ഹൃദയം ഒരു കണ്ണാടിയാണെന്നാണ്. പൊടി പിടിച്ച കണ്ണാടിയിൽ ഒരു രൂപവും തെളിയുകയില്ല എന്ന്. നമുക്കുള്ളിലെ അറ്റാച്ച്മെന്റുകൾ, വാശികൾ, പരാതികൾ ഇവയെല്ലാം ഈ കണ്ണാടിയിലെ പൊടിപടലങ്ങളാണ്. സൂഫിമാർ ഈ പൊടിയെ തുടച്ചു നീക്കുന്നത് സ്നേഹം കൊണ്ടാണ്. എന്നാൽ അത് വികാരപരമായ സ്നേഹമല്ല, മറിച്ച് അത് ഉപാധികളില്ലാത്ത, അറ്റാച്ച്മെന്റ് ഇല്ലാത്ത സ്നേഹമാണ്. നോക്കൂ, നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അവരെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ അവിടെ നമ്മുടെ ഹൃദയം ദൈവത്തെ കാണാൻ പാകത്തിന് തെളിയുകയാണ്. ഹൃദയത്തെ ഒരു കണ്ണാടിയാക്കി മാറ്റുക എന്ന് പറയുന്നത് ലോകത്തിലെ ഒന്നിനെയും വെറുക്കാതെ എന്നാൽ ഒന്നിനോടും അടിമപ്പെടാതെ നിൽക്കുന്ന ഒരു കലയാണ്. സ്നേഹമുള്ളവരെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഹെർമെറ്റിക് ആൽക്കെമിയുടെ ആ വലിയ രഹസ്യം കേട്ടിട്ടുണ്ടോ? അവർ പറയുന്നത് ശുദ്ധീകരിക്കപ്പെട്ട സ്വർണം ഭാരമില്ലാത്തതാണെന്നാണ്. നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഭയത്തിൻ്റെയും പരാതികളുടെയും വേദനയുടെയും ഭാരങ്ങൾ കൊണ്ട് മൂടിക്കെട്ടിയിരിക്കുകയാണ്. ഇത് നമ്മൾ ചുമക്കുന്ന ഒരു അശുദ്ധമായ ലോഹമാണ്. എന്നാൽ അനാഹതയുടെ അഗ്നിയിൽ നമ്മൾ നമ്മെ തന്നെ ശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം സ്വർണമായി മാറും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ രഹസ്യം എന്നത് നമ്മുടെ ഹൃദയം സ്വർണമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ഭാരമുണ്ടാവില്ല. നമ്മൾ ഇന്നും ജീവിതത്തിൽ ഇത്രയധികം ഭാരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഹൃദയം ഇനിയും പൂർണ്ണമായി സ്വർണമായി മാറിയിട്ടില്ല എന്നാണ്. സ്വർണത്തിന് തുരുമ്പെടുക്കാൻ കഴിയില്ലെന്നേ. സ്വർണത്തെ തീയിലിട്ടാലും അത് നശിക്കില്ല. അതുപോലെ നമ്മുടെ ഹൃദയം സ്വർണമായാൽ ബാഹ്യലോകത്തെ പ്രതിസന്ധികൾക്ക് നമ്മുടെ ശാന്തതയെ തകർക്കാൻ കഴിയില്ല. നമ്മളവിടെ ഭാരമില്ലാത്തവനായി മാറും. ഒരു പക്ഷിയെപ്പോലെ നമ്മൾ ജീവിതത്തിൻ്റെ ആകാശത്ത് അനായാസം പറക്കും. നമ്മൾ എന്തിനെങ്കിലും മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്വർണമായി മാറിയിട്ടില്ല എന്നതിൻ്റെ ലക്ഷണമാണ്. സ്നേഹം ഒരിക്കലും ഒരു ഭാരമല്ല, അത് പറക്കാനുള്ള ചിറകാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്യുന്നതിനപ്പുറം ആ പ്രവൃത്തിയെ സ്നേഹം കൊണ്ട് നിറയ്ക്കുമ്പോൾ അവിടെ ഭാരമില്ലാത്ത ഒരു ഊർജം അനുഭവപ്പെടും. ഇതാണ് അനാഹതയുടെ സ്വാതന്ത്ര്യം. നമ്മൾ പ്രവർത്തിക്കുന്നു, എന്നാൽ ആ പ്രവൃത്തി നമ്മെ തളയ്ക്കുന്നില്ല. പുരാതനരായ
പാശ്ചാത്യ ആൽക്കമിസ്റ്റുകൾ ലോഹങ്ങളെ സ്വർണമാക്കി മാറ്റുന്നതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അത് പുറമേ നടക്കുന്ന ഒരു പരീക്ഷണമായിരുന്നില്ല, അത് ഹൃദയത്തിൽ നടക്കുന്ന ആൽക്കമിയായിരുന്നു. നമ്മുടെ വേദന, ദേഷ്യം, അപമാനം, അസൂയ എന്നിവയെല്ലാം ആൽക്കമിസ്റ്റുകൾ വിളിക്കുന്നത് ലെഡ് എന്നാണ്. ആ കറുത്ത വിഷം നിറഞ്ഞ വികാരങ്ങളെ തിരിച്ചറിവെന്ന അഗ്നിയിൽ വെച്ചുരുക്കുമ്പോൾ അവ സ്വർണമായി മാറുകയാണ്. വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ കറുത്ത വേദന സ്വർണ്ണ നിറമുള്ള പ്രകാശമായി മാറും. ഇതാണ് അനാഹതയുടെ യഥാർത്ഥ ആൽക്കമി. പലരും അനാഹതയെ സ്നേഹത്തിൻ്റെ നിറവായി കാണുമ്പോൾ അതിലെ ഏറ്റവും വലിയ രഹസ്യം അനാഹത ശൂന്യതയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് അനാഹതയെ അനാഹത അഥവാ ആഘാതമേൽക്കാത്തത് എന്ന് വിളിക്കുന്നതെന്ന്? കാരണം അതിൻ്റെ ആഴത്തിൽ ഒരു ശൂന്യതയുണ്ട്. ആ ശൂന്യതയാണ് പ്രപഞ്ചത്തിൻ്റെ ഉറവിടം. ഇവിടെയാണ് മഹാരഹസ്യമിരിക്കുന്നത്. നമ്മുടെ ഹൃദയം ഒരു ബ്ലാക്ക് ഹോൾ പോലെയാണ്. ഒരു ബ്ലാക്ക് ഹോൾ എങ്ങനെയാണോ പ്രപഞ്ചത്തിലെ പ്രകാശത്തെയും ദ്രവ്യത്തെയും മുഴുവൻ തന്നിലേക്ക് ആകർഷിക്കുന്നത്, അതുപോലെ നമ്മുടെ ഹൃദയത്തിലെ ഈ ആഴമേറിയ ശൂന്യതയിലേക്ക് നമ്മൾ എന്ത് സമർപ്പിക്കുന്നുവോ, അത് ഭയമാകട്ടെ, വേദനയാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പ്രണയമാകട്ടെ, അതെല്ലാം ആ ശൂന്യതയിൽ വെച്ച് ട്രാൻസ്മ്യൂട്ട് ചെയ്യപ്പെടും. ഒരു സാധാരണ മനുഷ്യൻ വേദനയെ പുറത്തേക്ക് വലിച്ചെറിയാൻ ശ്രമിക്കുമ്പോൾ ഒരു യോഗി അത് തൻ്റെ ഹൃദയത്തിൻ്റെ ആ ശൂന്യതയിലേക്കാണ് ഇറക്കി വയ്ക്കുന്നത്. അവിടെ വെച്ച് ആ വേദനയുടെ ഊർജം പ്രകാശമായി മാറും. ഇതിനെയാണ് ഹൃദയത്തിലെ ബിഗ് ബാങ് എന്ന് വിളിക്കുന്നത്. ഒരു നിമിഷം നമ്മുടെ എല്ലാ ഭാരങ്ങളും ഉപേക്ഷിച്ച് ഈ ശൂന്യതയിൽ ലയിച്ചാൽ അവിടെ മരണം പോലും സംഭവിക്കുന്നില്ല. നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമല്ല, പ്രപഞ്ചം തന്നെ നമ്മളായി മാറുന്ന അവസ്ഥയാണത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാകും, ഹൃദയം എന്നത് നമ്മുടെ വികാരങ്ങളുടെ ഒരു വേസ്റ്റ് ബിൻ അല്ല, അതൊരു പരീക്ഷണശാലയാണെന്ന്. അവിടെ ദിവസവും നമ്മൾ നമ്മുടെ അനുഭവങ്ങളെ ശുദ്ധീകരിക്കുന്നുവെന്ന്. കബാലയിലെ സൗന്ദര്യവും സൂഫിയുടെ കണ്ണാടിയും ആൽക്കമിസ്റ്റുകളുടെ സ്വർണ്ണ നിർമ്മാണവും ഒന്നിച്ചു ചേരുന്നത് എവിടെയാണ്? നമ്മുടെ നെഞ്ചിലെ ഈ മൗനത്തിൽ. നമ്മൾ ഈ അറിവുകളെ ഉള്ളിൽ തൊട്ടുണർത്തുമ്പോൾ നമ്മൾ നമ്മുടെ കർമ്മങ്ങളെ സ്വർണ്ണമാക്കി മാറ്റാൻ തുടങ്ങുകയാണ്. നമ്മിൽ അവശേഷിക്കേണ്ടത് ഈ തിരിച്ചറിവാണ്. നമ്മൾ എന്തിനേയും സ്വർണ്ണമാക്കി മാറ്റാൻ ശേഷിയുള്ള ഒരു വലിയ മാന്ത്രികനാണ്. നമ്മുടെ ഹൃദയം ആ മാന്ത്രികതയുടെ ഇരിപ്പിടമാണ്. സൂഫികൾ പറയുന്ന ഒരു വലിയ സത്യമുണ്ട്: നമ്മുടെ നിഴലിനെ സ്നേഹിക്കാത്തവന് ഒരിക്കലും പ്രകാശത്തെ പൂർണ്ണമായി അനുഭവിക്കാൻ കഴിയില്ലെന്ന്. പലരും തങ്ങളുടെ ഹൃദയത്തിലെ ദേഷ്യത്തെയും അസൂയയെയും വെറുക്കുന്നുണ്ട്. എന്നാൽ ഈ ആൽക്കമിയിൽ ദേഷ്യത്തെയും നമ്മൾ സ്നേഹത്തോടെ നോക്കി കാണണം. അതിനെ വെറുക്കുമ്പോൾ അത് നമ്മെ ഭരിക്കാൻ തുടങ്ങും. എന്നാൽ അതിനെ സാക്ഷ്യം വഹിക്കുമ്പോൾ അത് നമ്മിൽ നിന്ന് അലിഞ്ഞുപോയി സ്വർണമായി മാറും. ദേഷ്യമെന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു വശമാണ്. അതിനെ മാറ്റി നിർത്തരുത്. അതിനെ ഹൃദയത്തിൻ്റെ അഗ്നിയിലിട്ട് ശുദ്ധീകരിക്കുകയാണ് വേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു പ്രപഞ്ചം ജാമിതീയമായ കൃത്യതയോടെ നമ്മുടെ ഈ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമ്മൾ അനാഹത ചക്രത്തിൻ്റെ ബ്ലൂ പ്രിന്റിൻ്റെ രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അനാഹത ചക്രത്തെ ഒരു പച്ച താമരയായിട്ടാണ് യോഗികൾ കാണുന്നത്. ഇതിൻ്റെ 12 ഇതളുകൾ വെറും ഒരു അലങ്കാരമല്ല. ഈ 12 ഇതളുകളും നമ്മുടെ ഹൃദയത്തിൻ്റെ 12 മാനസികാവസ്ഥകളെ പ്രതിനിധീകരിക്കുന്നവയാണ്. സന്തോഷം, ദുഃഖം, ഭയം, കരുണ, സ്നേഹം, മോഹം, ഇങ്ങനെ 12 വികാരങ്ങളുടെയും സന്തുലിതാവസ്ഥയാണ് അനാഹത. നമ്മുടെ അനാഹതയിലെ 12 ഇതളുകളുടെ ആ മാനസിക അവസ്ഥകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം. ഒന്ന് കാമമാണ്, തൃഷ്ണകളുടെ ഉത്ഭവമാണ്. അമിതമായ ആഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തെ അസ്ഥിരമാക്കും. 2 വിഷാദമാണ്, നഷ്ടബോധത്തിൽ നിന്നുള്ള ഭാരമാണിത്. 3 മോഹം, നമുക്ക് സത്യത്തെ കാണാൻ കഴിയാത്ത അവസ്ഥ.
അമിതമായ മമതയാണിത്. 4 ഭയമാണ്. ഭാവിയിലെ അനിശ്ചിതത്വത്തെക്കുറിച്ചുള്ള ആശങ്കകൾ. 5 ആശയാണ്. പ്രതീക്ഷകൾ അമിതമാകുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം. 6 ചേഷ്ട, ലക്ഷ്യമില്ലാത്ത അലച്ചിൽ, വെറുതെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുവാനുള്ള ആഗ്രഹമാണിത്. 7 മമതയാണ്. എൻ്റേതെന്ന അമിതമായ ഉടമസ്ഥാവകാശ ബോധം. 8 വിജിഗിത്സയാണ്. സ്വന്തം കഴിവിനെയും പ്രപഞ്ചത്തെയും കുറിച്ചുള്ള അമിതമായ സംശയം. 9 ദമ്പ, ഉള്ളൊന്നു വെച്ച് പുറമൊന്ന് കാണിക്കുന്ന വേഷം കെട്ട്. 10 വിപത്ത, മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയപ്പെടുക എന്നത്. 11 ലോലത, മനസ്സൊരു സ്ഥലത്തും നിൽക്കാത്ത അവസ്ഥ, അതായത് ചഞ്ചലത. 12 കപടതയാണ്, സ്വയം വഞ്ചിക്കുന്ന അവസ്ഥ. ഈ പ്രകൃതിയിലെ 12 രാശികളും വർഷത്തിലെ 12 മാസങ്ങളും പോലെ ഈ ചക്രം നമുക്കുള്ളിലെ ഒരു കലണ്ടറാണ്. ഈ ഇതളുകൾ എപ്പോഴാണോ വിരിയുന്നത് അപ്പോൾ നമ്മുടെ വൈകാരികമായ സകല അസ്വസ്ഥതകളും അവസാനിക്കും. ഈ 12 ഇതളുകൾ വെറും ഇതളുകളല്ല, അവ 12 സിദ്ധികൾ കൂടിയാണ്. യോഗികൾ പറയുന്നതനുസരിച്ച് ഓരോ ഇതളും ഉണരുമ്പോൾ നമുക്ക് ഓരോ കഴിവ് ലഭിക്കും. ഉദാഹരണത്തിന്, ഒരിടത്ത് കരുണയാണെങ്കിൽ മറ്റൊരിടത്ത് ക്ഷമയും വേറൊരിടത്ത് വിവേകവും. അങ്ങനെ 12 കഴിവുകൾ. ഇനി നമ്മൾ ഈ 12 വാതിലുകളും ഒരേ സമയം തുറക്കാൻ പോകുകയാണ്. നമ്മുടെ ഹൃദയം 12 തരം പ്രകാശങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു സൂര്യനായി മാറാൻ പോകുകയാണ്. ഈ ഇതളുകൾ പൂർണ്ണമായി വിരിയുക എന്നതിനർത്ഥം ഒരു വ്യക്തി ഭൗതികമായ പരിമിതികളിൽ നിന്ന് മോചിതനായി ഈ 12 ഗുണങ്ങളുടെ ഉടമയായി മാറുന്നു എന്നതാണ്. അവ ഓരോന്നും എന്താണെന്നൊന്ന് നോക്കാം നമുക്ക്. 1 വിവേകമാണ്. ശരിയായതിനെയും തെറ്റായതിനെയും തിരിച്ചറിയുവാനുള്ള കഴിവ്. ഈ ഇതൾ ഉണരുമ്പോൾ അനാവശ്യമായ ആശയക്കുഴപ്പങ്ങൾ മാറി നമുക്ക് കൃത്യമായ വ്യക്തത ലഭിക്കും. 2 ക്ഷമയാണ്. പ്രതിസന്ധികളിലും പതറാത്ത മാനസികാവസ്ഥ. ഇത് നമുക്ക് ആന്തരികമായ കരുത്ത് നൽകും. 3 ശാന്തിയാണ്. മനസ്സിൻ്റെ അസ്വസ്ഥതകൾ മാറി ആഴത്തിലുള്ള സമാധാനം അനുഭവപ്പെടുന്ന അവസ്ഥ. 4 വിവേക, ഉന്നതമായ സത്യത്തെയും താൽക്കാലികമായ ഭൗതികതയെയും തിരിച്ചറിയുവാനുള്ള കഴിവ്. 5 ആനന്ദ, ബാഹ്യ സാഹചര്യങ്ങളെ ആശ്രയിക്കാതെ ഉള്ളിൽ നിന്നുള്ള നിർമ്മലമായ സന്തോഷം. 6 ധർമ്മ, പ്രപഞ്ച നിയമങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള കഴിവ്. 7 ദയയാണ്, എല്ലാ ജീവജാലങ്ങളോടുമുള്ള അനുകമ്പ. ഈ ഇതൾ ഉണരുമ്പോൾ അപരന്റെ വേദന സ്വന്തം വേദനയായി അനുഭവപ്പെടും. 8 ആർജവയാണ്, ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും സത്യം പാലിക്കുന്ന അവസ്ഥ, കപടതയില്ലാത്ത ജീവിതം. 9 പ്രയത്ന, ലക്ഷ്യപ്രാപ്തിക്കായി നിരന്തരമായ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുവാനുള്ള കഴിവ്. 10 ആശയാണ്, ഉന്നത ലക്ഷ്യങ്ങളിലേക്കുള്ള നിരന്തരമായ കുതിപ്പ്. ഇത് നിരാശയിൽ നിന്ന് നമ്മെ സംരക്ഷിക്കും. 11 കവിതയാണ്, കലയിലും സർഗാത്മകതയിലും പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യം കാണുവാനും ആവിഷ്കരിക്കുവാനുമുള്ള കഴിവ്. 12 വിതർക്ക, തർക്കങ്ങൾക്ക് അതീതമായ ബോധം, അറിവിനെ ആഴത്തിൽ വിശകലനം ചെയ്യുവാനും ഉൾക്കാഴ്ച നേടുവാനുമുള്ള ശേഷി. നോക്കൂ, ഈ സിദ്ധികളെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? ഈ 12 ഇതളുകളും 12 വാതിലുകൾ പോലെയാണ്. നമ്മൾ ഓരോ അനാഹത ധ്യാനത്തിലൂടെയും നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുമ്പോൾ ഓരോ ഇതളും ഒന്നൊന്നായി വിരിയും. ഈ സിദ്ധികൾ പുറമേ നിന്ന് ലഭിക്കുന്നതല്ല, മറിച്ച് നമ്മിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ യഥാർത്ഥ സ്വഭാവമാണ്. നമ്മുടെ ഹൃദയത്തിലെ അഴുക്കുകൾ നീങ്ങുമ്പോൾ ഈ ഗുണങ്ങൾ താനെ പ്രകടമാകും. ഇത് കേവലം കഴിവുകൾ മാത്രമല്ല, ഒരു വ്യക്തിയെ പ്രപഞ്ചത്തിൻ്റെ ചാലക ശക്തിയാക്കി മാറ്റുന്ന യഥാർത്ഥ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണത കൂടിയാണ്. അനാഹതയുടെ ചിഹ്നം ശ്രദ്ധിച്ചാൽ 2 ത്രികോണങ്ങൾ പരസ്പരം കടന്നു നിൽക്കുന്ന ഒരു ഷഡ്ഭുജമാണ്. താഴേക്ക് നോക്കുന്ന ത്രികോണം ശക്തിയാണ്, ഭൗതികമായ നമ്മുടെ ഉത്ഭവം.
മുകളിലേക്ക് നോക്കുന്ന ത്രികോണം ശിവൻ അഥവാ ശുദ്ധബോധമാണ്. ഈ രണ്ട് ത്രികോണങ്ങളും ഹൃദയത്തിൽ ഒത്തുചേരുമ്പോൾ അവിടെ ഒരു ഊർജ വിസ്ഫോടനം നടക്കും. നമ്മൾ കേവലം മനുഷ്യനായി ജനിച്ചവരാണെങ്കിലും ഈ സംഗമം സംഭവിക്കുമ്പോൾ നമ്മിലെ മനുഷ്യത്വവും ദൈവികതയും ഒന്നായി മാറും. ഇതാണ് അനാഹതയുടെ യഥാർത്ഥ അർത്ഥം, കൂട്ടിമുട്ടലില്ലാത്ത സ്പന്ദനം. ഇവിടെ ഭൗതികതയും ആത്മീയതയും സംഘർഷമില്ലാതെ ലയിക്കുകയാണ്. ഈ ജാമിതി വെറുമൊരു രൂപമല്ല, ഇതൊരു ആൻറ്റിന പോലെ പ്രവർത്തിച്ച് പ്രപഞ്ചജ്ഞാനത്തിനെ നമുക്കുള്ളിലേക്ക് എത്തിക്കുന്നതാണ്. അനാഹത ചക്രത്തിൻ്റെ ചിഹ്നമായ ഷഡ്ഭുജം വെറുമൊരു ചിത്രമല്ല, ഇത് പ്രപഞ്ചത്തിലെ ഏറ്റവും കരുത്തുറ്റ ജാമിതീയ രൂപമാണ്. തേനീച്ചക്കൂടിൻ്റെ അറകൾ മുതൽ പൂക്കളുടെ ഇതളുകളിൽ വരെ ഈ രൂപമുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ഈ രൂപം സങ്കല്പിക്കുമ്പോൾ നമ്മൾ അബോധ മനസ്സിൽ പ്രപഞ്ചത്തിൻ്റെ ഒരു നെറ്റ്വർക്കുമായി കണക്റ്റ് ചെയ്യുകയാണ്. ഇതൊരു ആൻറ്റിന പോലെ പ്രവർത്തിക്കും. നമ്മൾ ഈ ഷഡ്ഭുജത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ബുദ്ധി അഥവാ കോസ്മിക് ഇൻ്റലിജൻസ് നേരിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടും. അതുപോലെ അനാഹതയുടെ ബീജമന്ത്രമായ എം എന്നത് ഒരു ശബ്ദമല്ല, അതൊരു സൂക്ഷ്മ തരംഗമാണ്. നമ്മൾ എം എന്ന് ഉച്ചരിക്കുമ്പോൾ അത് നമ്മുടെ നെഞ്ചിലെ വായുതത്വത്തെ ഉണർത്തുകയാണ്. ഈ ശബ്ദം കേവലം പുറത്തേക്ക് പോകുന്നതല്ല, അത് ഹൃദയപേശികളിലെ സൂക്ഷ്മമായ തന്മാത്രകളെ കമ്പനം ചെയ്യിപ്പിക്കുകയാണ്. നമ്മൾ ജപിക്കുന്ന എം മന്ത്രം ഒരു മരുന്നാണെന്നേ. എന്നാൽ ആ മന്ത്രം നിശബ്ദമാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഒരു നിഗൂഢമായ ശബ്ദം താനെ മുഴങ്ങാൻ തുടങ്ങും. ഇതിനെയാണ് യോഗികൾ അനാഹതനാദം എന്ന് വിളിക്കുന്നത്. ബാഹ്യലോകത്തെ രണ്ട് വസ്തുക്കൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ മാത്രമാണ് സാധാരണഗതിയിൽ ഒരു ശബ്ദമുണ്ടാകുന്നത്. ഇതിനെയാണ് സ്ട്രക്ക് സൗണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ഈ അനാഹതനാദം യാതൊരു കൂട്ടിമുട്ടലുമില്ലാതെ പ്രപഞ്ചത്തിൻ്റെ ഗർഭഗൃഹത്തിൽ നിന്ന് സ്വയം ഉത്ഭവിക്കുന്നതാണ്. ഇതിൻ്റെ രഹസ്യമെന്നത് നമ്മൾ ധ്യാനത്തിൽ പൂർണ്ണമായി ലയിക്കുമ്പോൾ ഈ അനാഹതനാദം കേൾക്കാൻ സാധിക്കും. ഇത് കേട്ടു തുടങ്ങുന്ന നിമിഷം മുതൽ നമ്മളുടെ ഹൃദയത്തിലെ 12 ഇതളുകളും ഒരേ സമയം വിരിയും. നമ്മൾ പ്രപഞ്ചതാളവുമായി ലയിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഇത് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നീട് ഒന്നിനോടും ഭയമുണ്ടാകില്ല. കാരണം ആ ശബ്ദം സാക്ഷാൽ പ്രപഞ്ചത്തിൻ്റെ ശ്വാസമാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഒരു വസ്തുവിനെ അതിൻ്റെ തന്നെ പ്രതിധ്വനി കീഴ്പ്പെടുത്തുമ്പോഴാണ് അതിൽ മാറ്റമുണ്ടാകുന്നത്. അതുപോലെ നമ്മുടെ കഠിനമായ മനസ്സിനെ ഈ മന്ത്രം കൊണ്ട് കമ്പനം ചെയ്യിക്കുമ്പോൾ അവിടെയുള്ള എല്ലാ മുറുക്കങ്ങളും അയഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് അസാധാരണമായ ഒരു ലാഘവത്വം അനുഭവപ്പെടുന്നത്. വായുവിനെ പോലെ നമ്മുടെ സ്നേഹം അതിരുകളില്ലാത്തതാകണം. വായുവിൻ്റെ ഈ ചലനമാണ് നമ്മുടെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കുന്ന വാഗസ് നെർവിനെ ഉണർത്തുന്നത്. നമുക്കറിയാം, അനാഹതയുടെ മൂലകം വായുവാണ്, അല്ലേ? വായുവിന് ആകൃതിയില്ല എന്ന് നമുക്കറിയാം. അത് സർവ്വവ്യാപിയാണ്. അതുപോലെ നമ്മുടെ സ്നേഹം ഒരിടത്തും തങ്ങി നിൽക്കാത്തതാണ്. വായുതത്വത്തെ ഉണർത്തുക എന്നാൽ ഒന്നിനോടും കെട്ടിപ്പിടിക്കാതെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ബോധത്തെ ഉയർത്തുക എന്നതാണ്. വായു എങ്ങനെയോ അതുപോലെ നമ്മുടെ സ്നേഹവും അതിരുകളില്ലാത്തതാകണം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമുക്കുള്ളിലെ ആ വായുവിനെ ശുദ്ധീകരിച്ച് ഒരു സുഗന്ധം പോലെ എല്ലായിടത്തും വ്യാപിക്കാൻ പാകപ്പെടുത്തുകയാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ എം എന്ന മന്ത്രം ഉച്ചരിക്കുമ്പോൾ അത് വാഗസ് നെർവിനെ സ്പർശിക്കും. വാഗസ് നെർവ് നമ്മുടെ ശരീരത്തിൻ്റെ ശാന്തതയുടെ സ്വിച്ചാണ്. നമ്മൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് ഒരു സിഗ്നൽ ലഭിക്കും. ഇവിടെ ഭയപ്പെടാനൊന്നുമില്ല, നീ സുരക്ഷിതനാണെന്ന്. വർഷങ്ങളായി പേടിച്ചു ജീവിച്ച നമ്മുടെ നാഡീവ്യൂഹത്തെ ഈ മന്ത്രം കൊണ്ട് നമ്മളിവിടെ റീവയർ ചെയ്യുകയാണ്. ഭയത്തിൽ നിന്ന് ധൈര്യത്തിലേക്ക് നമ്മൾ മാറുന്നതിൻ്റെ ഫിസിയോളജിക്കൽ പ്രക്രിയയാണിത്. നമ്മുടെ അനാഹതയുടെ ഏറ്റവും ഉള്ളിലൊരു ഗൂഢസ്ഥലമുണ്ട്. ആ സ്ഥലമാണ് ആനന്ദകന്ധ. ഇവിടെയാണ് ഒരാൾ ഭക്തനായി മാറുന്നത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞതെല്ലാം ധ്യാനമായിരുന്നു. എന്നാൽ ആനന്ദകന്ധയിൽ ഒരാളെത്തുമ്പോൾ അത് പ്രണയമായി മാറും.
അവിടെ പ്രാർത്ഥനയില്ല, മറിച്ച് വെറുമൊരു സാന്നിധ്യം മാത്രമാണുള്ളത്. ആനന്ദഗന്ധ ഉണരുക എന്നത് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ പ്രപഞ്ചത്തിൻ്റെ ഒരു കൊച്ചു സൂര്യൻ ഉദിക്കുന്നതിന് തുല്യമാണ്. ആ സൂര്യൻ്റെ വെളിച്ചത്തിൽ ശത്രുത എന്നത് അസാധ്യമാണ്. ആനന്ദഗന്ധ ഉണർത്താൻ ഭക്തിയും സർവ്വതിനോടുമുള്ള അനന്തമായ സ്നേഹവുമാണ് ഏറ്റവും വലിയ മാർഗം. ഹൃദയത്തിലെ ശൂന്യതയെ ഭയപ്പെടാതെ നമ്മൾ എത്രത്തോളം ഒഴിഞ്ഞു കിടക്കുന്നുവോ അത്രത്തോളം ഈ കേന്ദ്രം ഉണരുകയും പ്രപഞ്ചം നമ്മിലൂടെ പ്രവഹിക്കുകയും ചെയ്യും. നമ്മുടെ അഹംബോധം പൂർണ്ണമായും ഒഴിഞ്ഞു പോകുന്ന നിമിഷം ആനന്ദഗന്ധ സ്വയം നമ്മിൽ വെളിപ്പെടും. ഇതുവരെ നമ്മൾ അനാഹതയുടെ ജാമ്യതയും ശബ്ദശാസ്ത്രത്തെയുമെല്ലാം അറിഞ്ഞു. ഇനി നമ്മൾ ലയിക്കാൻ പോകുന്നത് അനാഹതയുടെ ആത്യന്തികമായ ശൂന്യതയിലേക്കാണ്. അമൃത ബിന്ദുവിനെ കുറിച്ച് നമ്മൾ തുടക്കത്തിൽ പറയുകയുണ്ടായി. അനാഹതയുടെ ഏറ്റവും ആഴത്തിലുള്ള രഹസ്യമാണത്. നമ്മുടെ ഹൃദയത്തിൻ്റെ മധ്യത്തിൽ കാലത്തിനും മരണത്തിനും അതീതമായ ഒരു അമൃത ബിന്ദുവുണ്ട്. പുറത്തുനിന്നുള്ള പ്രതിസന്ധികൾ നമ്മളെ ക്ഷീണിപ്പിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഊർജം വലിച്ചെടുക്കുന്നത് ഈ ബിന്ദുവിൽ നിന്നാണ്. മരണഭയം ഉണ്ടാകുന്നത് ഞാൻ ഇല്ലാതാകുമെന്ന ചിന്തയിൽ നിന്നാണ്. എന്നാൽ നമ്മുടെ ബോധം ഈ അമൃത ബിന്ദുവുമായി ലയിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരണത്തെ കാണുന്നത് ഒരു അവസാനമായിട്ടല്ല, മറിച്ച് പ്രപഞ്ചത്തിലേക്ക് തിരികെ പോകുന്ന ഒരു യാത്രയായിട്ടാണ്. ദിവസവും ഉറങ്ങുമ്പോൾ ശരീരം അറിയാതെ ഈ ബിന്ദുവുമായി ബന്ധപ്പെടുന്നുണ്ട്. എന്നാൽ ധ്യാനത്തിലൂടെ ഈ ബിന്ദുവിനെ ബോധപൂർവം ഉണർത്താൻ പഠിച്ചാൽ പുറത്തുനിന്നുള്ള ഊർജത്തെ ആശ്രയിക്കാതെ നമുക്കെപ്പോഴും ഊർജ്ജസ്വലനായിരിക്കാം. ഈ ബിന്ദുവിനെ ഉണർത്തുക എന്നത് നമ്മുടെ മരണഭയത്തെ എന്നേക്കുമായി ഇല്ലാതാക്കുന്ന പ്രക്രിയയാണ്. അമൃത ബിന്ദുവിനെ ഉണർത്തുക എന്നത് അനാഹത ചക്രത്തിലെ ഏറ്റവും സൂക്ഷ്മമായ ഒരു വിദ്യയും കൂടിയാണ്. ഇത് വെറും ധ്യാനമല്ല, മറിച്ച് നമ്മുടെ ബോധത്തെ ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് ലോക്ക് ചെയ്യുന്ന പ്രക്രിയയാണ്. ഈ പരിശീലനത്തിന് മുൻപ് വളരെ ശാന്തമായി ഒരിടത്ത് നട്ടെല്ല് നിവർത്തിയിരിക്കണം. ഒന്നാം ഘട്ടം എന്നത് ഹൃദയത്തിലെ ശൂന്യതയെ കണ്ടെത്തലാണ്. കണ്ണുകൾ പതുക്കെ അടച്ച് നമ്മുടെ ശ്രദ്ധയെ അനാഹതയുടെ മധ്യഭാഗത്തേക്ക് കൊണ്ടുവരണം. ശ്വാസമെടുക്കുമ്പോൾ ഹൃദയത്തിലേക്ക് ഊർജം ഒഴുകിയെത്തുന്നുവെന്നും ശ്വാസം വിടുമ്പോൾ അത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നുവെന്നും സങ്കല്പിക്കണം. ഇവിടെ ഒരു ചെറിയ ശൂന്യത അഥവാ ഒരു നിശബ്ദമായ സ്ഥലം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം നമ്മൾ. അതാണ് അമൃത ബിന്ദു ഇരിക്കുന്ന സ്ഥലം. ഈ സ്ഥലത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടമെന്ന പ്രാണധാരണയിലേക്ക് നമുക്ക് കടക്കാം. അതിനായിട്ട് അടുത്ത 10 മിനിറ്റ് ശ്വാസമെടുക്കുമ്പോൾ അതൊരു പ്രകാശരശ്മിയായി മാറി നമ്മൾ കണ്ടെത്തിയ ആ അമൃത ബിന്ദുവിൽ തട്ടുന്നുവെന്ന് സങ്കല്പിച്ചുകൊണ്ടിരിക്കണം. ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ ഉള്ളിൽ നിശബ്ദമായി ഓം എന്ന് ജപിക്കണം. ശ്വാസം വിടുമ്പോൾ ആ പ്രകാശം അമൃത ബിന്ദുവിൽ നിന്ന് ശരീരത്തിൻ്റെ കോശങ്ങളിലേക്ക് പടരുന്നു എന്ന് സങ്കല്പിക്കുകയും വേണം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആയുസ്സിൻ്റെ ഊർജത്തെ അമൃത ബിന്ദുവായി ചേർക്കുകയാണ്. ഇതിനുശേഷം നമുക്ക് മൂന്നാം ഘട്ടമായ കുംഭക ലോക്കിലേക്ക് കടക്കാം. ഇതാണ് ഏറ്റവും നിർണായകമായ ഘട്ടം. ശ്വാസം എടുത്ത ശേഷം അത് പതുക്കെ പുറത്തേക്ക് വിടണം. ശ്വാസം പൂർണ്ണമായും പുറത്തുവിട്ട ശേഷം വീണ്ടും ശ്വാസം എടുക്കുന്നതിന് മുൻപ് ഒരു 3 മുതൽ 5 സെക്കൻഡ് നേരത്തേക്ക് ശ്വാസം പിടിച്ചു നിർത്തണം. ഈ നിമിഷത്തിൽ ഹൃദയത്തിലെ ആ ബിന്ദുവിൽ നിന്നൊരു വൈദ്യുത സ്പന്ദനം ഉണ്ടാവുന്നത് നിങ്ങൾ സങ്കല്പിക്കണം, അതിനെ അനുഭവിക്കണം. ഈ സ്പന്ദനമാണ് അമൃത ബിന്ദുവിൻ്റെ ഉണർവ്. ഈ പരിശീലനത്തിൽ ഏറ്റവും പ്രധാനം നമ്മൾ ശ്രമിക്കുക എന്നതല്ല, മറിച്ച് സാക്ഷ്യം വഹിക്കുക എന്നതാണ്. അമൃത ബിന്ദുവിൽ നിന്ന് പ്രകാശം പടരുമ്പോൾ നമ്മൾ ശരീരമല്ലെന്നും ഈ പ്രകാശ ബിന്ദുവിൻ്റെ സാക്ഷിയാണെന്നുമുള്ള ബോധം നിലനിർത്തുകയും വേണം. ഈ ടെക്നിക്ക് നമ്മൾ ശീലിച്ചാൽ പുറത്തുനിന്ന് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും, അത് സങ്കടമോ ഭയമോ ദേഷ്യമോ അങ്ങനെ എന്ത് തന്നെ ആയാലും ആ നിമിഷം തന്നെ ഹൃദയത്തിലെ ആ ബിന്ദുവിലേക്ക് ശ്രദ്ധ മാറ്റാൻ നമുക്ക് സാധിക്കും. നിമിഷ നേരം കൊണ്ട് നമ്മുടെ മനസ്സ് ശാന്തമാകുകയും ചെയ്യും. ഈ പരിശീലനം ദിവസവും രാവിലെ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് മാത്രം ചെയ്യണം.
ഇത് വളരെ ഗഹനമായ ഒരു അനുഭവമാണ്. ഒരിക്കൽ നിങ്ങൾ ഈ ബിന്ദുവിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ബോധപൂർവം അതിലേക്ക് എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാൻ സാധിക്കും. ഇത് ചെയ്തു തുടങ്ങുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ശാരീരികമായ മാറ്റങ്ങളോ നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ എന്നെ ദയവായി അറിയിക്കണം. ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മിലെ അസൂയയെയും ദേഷ്യത്തെയും വെറുക്കുന്നതിന് പകരം അവയെ ഒരു പ്രേക്ഷകനെ പോലെ വെറുതെ സാക്ഷ്യം വഹിക്കുന്നേ. ഹെർമെറ്റിക് ആൽക്കമിയിൽ പറയുന്നത് പോലെ ശുദ്ധീകരിക്കപ്പെട്ട സ്വർണം ഭാരമില്ലാത്തതാണ്. നമ്മുടെ ഹൃദയം സ്വർണമായി മാറിക്കഴിഞ്ഞാൽ ജീവിതത്തിലെ ഒരു ഭാരവും നമ്മെ ബാധിക്കില്ല. നമ്മൾ ദുഃഖത്തെ ദഹിപ്പിക്കുകയല്ല, മറിച്ച് ആ ദുഃഖത്തെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് പ്രകാശമാക്കി മാറ്റുകയാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിലും സ്വർണത്തെ പോലെ നമ്മൾ ഭാരമില്ലാത്തവനായി മാറും. അപ്പോൾ ജീവിതം ഒരു കഷ്ടപ്പാടല്ല, അതൊരു നൃത്തമാകും. ഹൃദയത്തിലെ ശൂന്യതയെ നമ്മൾ ഭയപ്പെടേണ്ടതൊന്നുമില്ല. ഒരു പാത്രം നിറഞ്ഞിരുന്നാൽ അതിൽ പുതിയതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എത്രത്തോളം ഒഴിഞ്ഞു കിടക്കുന്നുവോ അത്രത്തോളം പ്രപഞ്ചം നമ്മളിലൂടെ പ്രവഹിക്കും. ശൂന്യത എന്നത് ഒന്നുമില്ലായ്മയല്ല, മറിച്ച് സർവ്വസാധ്യതകളുടെയും ഉറവിടമാണ്. നമ്മുടെ അഹംബോധം പൂർണ്ണമായും ഒഴിഞ്ഞു പോകുന്ന നിമിഷം നമ്മൾ പ്രപഞ്ചത്തോട് ഒന്നായിത്തീരും. ഇപ്പോൾ നമുക്ക് കണ്ണുകളടച്ച് നമ്മളൊരു വ്യക്തിയല്ലെന്നും മറിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണെന്നും തിരിച്ചറിയാം. ഹൃദയത്തിലെ ആ സുവർണ ഷഡ്ഭുജം പ്രകാശമായി വിരിഞ്ഞ് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ താളമാണ്. നമ്മൾ മൗനത്തിൻ്റെ മൂർത്തരൂപമാണ്. ഈ അനുഭവത്തിൽ അല്പനേരം ലയിച്ചിരിക്കാം. ഈ പ്രക്രിയയുടെ ഏറ്റവും ഉയർന്ന നിലയിൽ ചിലർക്ക് അനന്ത പ്രണവനാദം അഥവാ പ്രപഞ്ചത്തിൻ്റെ ആദിമ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞേക്കാം. ഇത് കേവലം ഒരു കേൾവിയല്ല, മറിച്ച് സാക്ഷാൽ പ്രപഞ്ചത്തിൻ്റെ ശ്വാസം ഉള്ളിൽ അനുഭവപ്പെടുന്ന അവസ്ഥയാണ്. ഈ പ്രണവനാദത്തെക്കുറിച്ചുള്ള അറിവ് എല്ലാവർക്കുമുള്ളതല്ല. ഇത് ഈ മാർഗത്തിൽ പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ടവർക്ക് മാത്രം ആഴത്തിലുള്ള ധ്യാനത്തിലൂടെ സ്വയം വെളിപ്പെടേണ്ടതാണ്. അതിനാൽ ആർക്കാണോ ആന്തരികമായി ഇതിനുള്ള അർഹതയും തീവ്രമായ ദാഹവുമുള്ളത് അവർക്ക് മാത്രം ഈ രഹസ്യത്തെ തിരിച്ചറിയാൻ കഴിയും. അനാഹതയിൽ ലയിച്ചു കഴിയുമ്പോൾ ഈ നാദം നമ്മെ തേടി വരും. അപ്പോൾ അത് മറ്റാരോടും പറയേണ്ടതില്ല, മറിച്ച് നമ്മുടെ ആത്മാവിൽ മാത്രം സൂക്ഷിക്കുക. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ കുറേയേറെ സമയം നമ്മളൊരു ചെറിയ യാത്രയല്ല പൂർത്തിയാക്കിയത്. നിങ്ങളെന്നെ കേട്ട് മടുത്തിട്ടുണ്ടാകും അല്ലേ? എല്ലാവർക്കും ഇപ്പോൾ ഷോർട്ടായുള്ള അറിവുകളാണ് ആവശ്യം. എല്ലാ ചക്രങ്ങളെക്കുറിച്ചും നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ഒരവസരത്തിൽ പങ്കുവയ്ക്കാം. ഇതുവരെ നമ്മൾ നമ്മുടെ അസ്തിത്വത്തിൻ്റെ ഉള്ളറകളിലേക്കുള്ള ഒരു വലിയ തിരികെ പോക്കാണ് നടത്തിയത്. അനാഹത എന്നാൽ വെറുമൊരു ചക്രത്തിൻ്റെ ഉണർവല്ല, അതൊരു മനുഷ്യനിൽ നിന്ന് പ്രപഞ്ചത്തിലേക്കുള്ള മാറ്റമാണ്. നമ്മൾ ഇതുവരെ ജീവിച്ചത് ഭയത്തിൻ്റെയും പരാതികളുടെയും അഹംബോധത്തിൻ്റെയും ഇരുളിലാണ്. എന്നാൽ ഇന്നു മുതൽ നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ തെളിയിച്ച ആ സ്വർണ്ണ ഷഡ്ഭുജത്തിൻ്റെ പ്രകാശം നമ്മെ വഴി നടത്തട്ടെ. അനാഹതയുടെ ആക്ടിവേഷന് വേണ്ടി ഹൃദയധ്യാനം നമ്മൾ നൽകുന്നതായിരിക്കും. ഓർക്കുക, നമ്മുടെ ഹൃദയം ഒരു പമ്പല്ല, അത് പ്രപഞ്ചത്തിൻ്റെ ട്രാൻസ്മിറ്ററാണ്. നമ്മുടെ ശ്വാസം വെറുമൊരു വായുവല്ല, അത് പ്രപഞ്ചത്തിൻ്റെ താളമാണ്. നമ്മുടെ വേദനകൾ വെറും ഭാരമല്ല, അവ സ്വർണമായി മാറാൻ കാത്തിരിക്കുന്ന അസംസ്കൃത വസ്തുക്കളാണ്. ഇനി നമ്മൾ പഴയതുപോലെയല്ല ജീവിക്കേണ്ടത്. ഓരോ തവണയും നമ്മൾ ഭയപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ആ അമൃത ബിന്ദുവിനെ സ്മരിക്കുക. ഓരോ തവണയും അസ്വസ്ഥത തോന്നുമ്പോൾ നിശബ്ദതയുടെ ആ അനാഹതനാദം ഉള്ളിൽ കേൾക്കാൻ ശ്രമിക്കുക. ജീവിതം കഷ്ടപ്പാടല്ല, അതൊരു കോസ്മിക് ഡാൻസാണ്. ആ നൃത്തത്തിൽ പങ്കുചേരാൻ ഈ അറിവുകൾ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു അവസാനമല്ലട്ടോ,
മറിച്ച് നമുക്കുള്ളിലെ അനന്തമായ സാധ്യതകളുടെ തുടക്കമാണ്. ഒത്തിരി സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.